ചൊവ്വാഴ്ച പുലർച്ചെ ഇറാനിൽ അമേരിക്കയുടെ മിസൈലുകൾ പതിക്കും. ലോകം മുഴുവൻ അത്രമേൽ ഭീതിയോടെ കാത്തിരുന്ന നിമിഷം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് സ്വയം അഭിപ്രായപ്പെടുന്ന അമേരിക്ക തങ്ങളുടെ ബോംബർ വിമാനങ്ങൾക്ക് വരെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ കളി മാറ്റിമറിച്ചുകൊണ്ട് അവസാന നിമിഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആ ആയുധ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഭീഷണികൾക്ക് മുന്നിൽ അത്ര പെട്ടെന്ന് മുട്ടുമടക്കാത്ത ഇറാന്റെ പവറും ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള നയതന്ത്ര സമ്മർദ്ദവും ഒടുവിൽ ട്രംപിനെ കൊണ്ട് ആ തീരുമാനം മാറ്റിച്ചു. അങ്ങനെ വീണ്ടും വെല്ലുവിളികൾ നടത്തിയ ട്രംപ് ഇപ്പോൾ ആ വെല്ലുവിളികളൊക്കെ മാറ്റി, അല്ലെങ്കിൽ തീരുമാനമൊക്കെ മാറ്റി ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെടുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ അണിനിറന്നു. സൂപ്പർസോണിക് വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഇറാനെ ഇപ്പോൾ ബോംബിട്ട് തകർക്കും, ഇറാനെ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ അതേ ട്രംപ് അവസാന നിമിഷം, മണിക്കൂറുകൾ മാത്രം ഉള്ള സമയത്ത് പറയുകയാണ് ഈ യുദ്ധം നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വയമേ വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു വെല്ലുവിളി മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്ന്, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണ്. ഇറാനെ തൊട്ടാൽ കളി മാറുമെന്നും മിഡിൽ ഈസ്റ്റ് ഒന്നാകെ കത്തിയെറിയുമെന്നും ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന് തന്റെ യുദ്ധവിമാനങ്ങളോട് തിരിച്ചു പോരാൻ ഉത്തരവിടേണ്ടി വന്നു. ഇത് ലോകത്തിന് മുന്നിൽ വീണ്ടും ട്രംപിനെ നാണം കെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറുകയാണ്. വീണ്ടും മണിക്കൂറുകൾക്ക് വ്യത്യാസത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് മുതിർന്നിരിക്കുകയാണ്. ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഇറാന്റെ മാസ പ്രതിരോധവും ഇവിടെ കാണാം. ട്രംപിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു നയതന്ത്ര പിന്മാറ്റമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. കാരണം അത്രമേൽ പ്രഹരമേൽപ്പിക്കും, എല്ലാം കൊണ്ടും സജ്ജം. അവിടെ എല്ലാ രീതിയിലും അമേരിക്ക തന്റെ സൈനികരെയും ഈ പറയുന്ന മിസൈലുകളും അത്യാധുനിക സാധനങ്ങളെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാനെ തീർക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാടോടുകൂടി ട്രംപ് അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഗൾഫ് മേഖല ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വലുതായിരിക്കും. ഗൾഫ് ഫുള്ള് കത്തിയാമരും എന്നുള്ള ഒരു ഓർമ്മ ഖത്തറും സൗദിയും കൊടുക്കുകയാണ്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് എമിറേറ്റ്സ് എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ നേരിട്ടുള്ള അഭ്യർത്ഥനയെ മാനിച്ചാണ് ട്രംപ് ഈ തീരുമാനത്തെ മാറ്റിയത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പ്രസ്താവനയിലൂടെയാണ് ഈ നിർണായകമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായിട്ട് നിലവിൽ സുപ്രധാനമായിട്ടുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആസൂത്രണം ചെയ്ത ആക്രമണം നീട്ടിവെക്കണമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനി, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ട്രംപിനോട് സംയുക്തമായിട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അത് പശ്ചിമേഷ്യയുടെ സമാധാനത്തെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കുമെന്ന ഗൾഫ് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ട്രംപ് ഈ ആക്രമണം താൽക്കാലികമായിട്ട് നിർത്തിയത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ UAE ഒരു ആക്രമണം നടത്താൻ, ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ സൗദി അറേബ്യയും ഖത്തറും വിട്ടുനിന്നു. ആ വിട്ടുനിന്നതിന്റെ ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറാന്റെ പ്രഹരം അവർക്ക് ഏൽക്കാൻ കഴിയില്ല, അത് താങ്ങാൻ അവർക്ക് കഴിയില്ല, അതിന്റെ മുന്നിൽ സർവ്വതും നശിച്ചു പോകുമെന്നുള്ള എപ്പോഴും അവർക്ക് ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. അതായത്, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ നടത്താൻ പോകുന്നത് ഏറ്റവും വലിയ പ്രഹരമാണ്. എന്തിനേറെ പറയുന്നു, ഈ സൗദി അറേബ്യക്ക് ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ UAE-യിലേക്ക് ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടുനിൽക്കുന്നത് ഈ വൻ ശക്തികളായിട്ടുള്ള, അതായത് ഗൾഫ് മേഖലയിലെ വൻ ശക്തികൾ എന്നറിയപ്പെടുന്ന ഖത്തറും സൗദി അറേബ്യയാണ്. UAE-യിൽ ആക്രമണം നടത്തുമ്പോഴും സൗദി അറേബ്യക്കും ഖത്തറിനും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് സൗദി അറേബ്യക്കൊക്കെ തന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, പകുതിയും ഭാഗികമായിട്ട് നിർത്തി വെക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് അറിയാം, ഇനി ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ ഇങ്ങോട്ടും കൂടി ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ താറുമാറാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഖത്തറിനും സൗദി അറേബ്യക്കും അറിയാം. അത് പലതവണ UAE-യോട് പറഞ്ഞതാണ്. പക്ഷെ UAE അത്തരം നീക്കങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, UAE ഈ ഒരു മാറ്റങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിൽ പങ്കുചേരാതെ ഖത്തറും ഈ പറയുന്ന സൗദി അറേബ്യയും മാറി നിൽക്കുന്നു. അവിടെ ഒരു ഗൾഫ് മേഖലയിൽ ഒരു പിളർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ അമേരിക്ക ഒരു യുദ്ധം തുടങ്ങാൻ
ഒരുങ്ങുന്ന സമയത്ത് അമേരിക്കയോട് UAE ഉൾപ്പെടെ പറയുകയാണ് അങ്ങോട്ടേക്ക് ആക്രമണം നടത്തരുത്, അത് ഗൾഫ് മേഖലയെ ഇല്ലാതാക്കും. അത്രയേറെ പ്രഹരം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ട്രംപിനെ പിന്മാറ്റിയത്. ട്രംപിന്റെ ഏറ്റവും വലിയ നാണം കെട്ട പരിപാടി കൂടിയാണ് കേട്ടോ ഇത്. ഒരുപാട് വെല്ലുവിളികളും പ്രസ്താവനകളും ഒക്കെ നടത്തിയിട്ട് പലതവണയായി ട്രംപ് ഈ ഇപ്പൊ കൊല്ലും, ഇപ്പൊ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്ലേറ്റ് തിരിച്ചിടുന്ന ഒരു സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ട്രംപിന് അതൊരു ശീലമായി. ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ വാർത്ത വായിക്കുന്ന പല മാധ്യമ പ്രവർത്തകർക്കും അതൊരു കേട്ടുകേൾവി പോലൊരു സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് നേരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു സൈനിക ആക്രമണം താൽക്കാലികമായിട്ട് മാറ്റിവെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപിന്റെ ഒരു കാര്യം കൂടി അവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ട്രംപിന് ഈ യുദ്ധം കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സൈനികമില്ല, സാമ്പത്തികമില്ല, പക്ഷേ എല്ലാം കൊണ്ടും സജ്ജമാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഈ സൗദി അറേബ്യയും ഖത്തറും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ട്രംപ് അതിന് മുതിരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം ഈ സൗദി അറേബ്യയും UAEയും ഖത്തറും ഒക്കെ വരുന്നതിന് മുമ്പും ട്രംപ് ഇത്തരം പ്രസ്താവനകൾ, വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഇതിനു മുമ്പ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയപ്പം അത് പാകിസ്ഥാന്റെ തലയിൽ കൊണ്ടിടുന്ന രീതിയായിരുന്നു ട്രംപ് കാണിച്ചത്. ഇന്ന് ഇവിടെ ഇപ്പോൾ UAEയും ഖത്തറും സൗദി അറേബ്യൻ രംഗത്തുള്ളതാണ്. അപ്പൊ ട്രംപിനറിയാം അവർ ഇതിന് സമ്മതിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ട്രംപ് അവിടെ ഈ ഒരു നീക്കം നടത്തിയതാണ്. അതായത് വെല്ലുവിളികൾ വലിയ രീതിയിൽ തന്നെ നടത്താം, പക്ഷെ യുദ്ധം നടത്തത്തില്ല എന്നുള്ളത്. എന്തായാലും പുതിയ സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കില്ല എന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ അത് കണ്ടിരുന്ന് കാണാം എങ്ങനെയാണ് അതിന്റെ പോക്ക് എന്നുള്ളത്. എന്തായാലും ഗൾഫ് നേതാക്കളുടെ ബഹുമാന സൂചകമായാണ് ആക്രമണം മാറ്റിവെക്കുന്നത് എന്നും അവരെ മികച്ച നേതാക്കളും സഖ്യകക്ഷികളും എന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ വൻതോതിലുള്ള ആക്രമണത്തിന് ഏത് നിമിഷവും സജ്ജമായിരിക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, ജോയിന്റ് ചീഫ് ചെയർമാൻ ജനറൽ ഡാനിയൽ കെയ്ൻ എന്നിവരുൾപ്പെടുന്ന US സൈന്യത്തിന് ട്രംപ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യസ്ഥതയുമായിട്ട് പാകിസ്ഥാനും 14 നിർദ്ദേശവുമുണ്ട്. നിലവിൽ ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ പാകിസ്ഥാനും നയതന്ത്ര തലത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഇറാൻ തയ്യാറാക്കിയിറക്കിയ പരിഷ്കരിച്ച 14 ഇന സമാധാന നിർദ്ദേശം പാകിസ്ഥാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി പരിഷ്കരിച്ച ഈ ഒരു നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി വാഷിംഗ്ടണിന് കൈമാറിയ കാര്യം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങളിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ല എന്നും ഇത് പര്യാപ്തമല്ല എന്നുമാണ് വൈറ്റ് ഹൌസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ തർക്കം തുടരുകയാണ്. അതായത് സമാധാന ചർച്ചകൾക്ക് പുതിയ വഴി തുറന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന തർക്കങ്ങളിൽ ഇപ്പോഴും ധാരണയായില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമാധാനപരമായിട്ടുള്ള ആണവ പ്രവർത്തനങ്ങൾ തുടരാൻ ഇറാൻ അനുമതി നൽകാൻ US തയ്യാറായേക്കുമെന്നാണ് സൂചന. എന്നാൽ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കൽ, ഒരു മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകൽ, അത് മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഉറപ്പുകൾ എന്നിവയിൽ തർക്കം തുടരുകയാണ്. തങ്ങളുടെ യുറേനിയ സമ്പുഷ്ടീകരണ അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറായിട്ടില്ല. കൂടാതെ യുദ്ധ നഷ്ടപരിഹാരവും തങ്ങൾക്ക് നേരെ ഭാവിയിൽ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പും ഇറാൻ ആവശ്യപ്പെടുകയാണ്. കീഴടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്തുള്ളത്. ഇത് അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ തങ്ങളുടെ കീഴടങ്ങലല്ല എന്ന് ഇറാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ആണ് ഇക്കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അന്തസ്സോടെയും അധികാരത്തോടെയും ആയിരിക്കും ഇറാൻ ചർച്ചകളിൽ പങ്കെടുക്കുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും രാജ്യം ഒരു സാഹചര്യത്തിലും പിന്നോട്ട് പോകില്ല എന്നും ഇറാന്റെ താല്പര്യങ്ങളും അന്തസ്സും സംരക്ഷിക്കാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്നും പെസഷ്കാൻ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമേരിക്കയെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്തൊരു മാസ നീക്കവുമായിട്ട് ഇറാനും രംഗത്തുണ്ട്. അതായത് പെസഷ്കാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഹോർമുസിൽ നടക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇനി ഇറാന്റെ കൈകളിലാണ്. ഇതിനായിട്ട് പേർഷ്യൻ ഗൾഫിന്റെ സ്ട്രെയിറ്റ് അതോറിറ്റി എന്ന പേരിൽ ഒരു പുത്തൻ സുരക്ഷാ സംവിധാനം ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസും
ഫോഴ്സും ചേർന്ന് ഈ ഒരു അതിശക്തമായിട്ടുള്ള വിഭാഗത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ഇനി മുതൽ അതായത് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലിന്റെയും ചലനങ്ങൾ ഇറാന്റെ റഡാറുകളിൽ കൃത്യമായിട്ട് നിരീക്ഷിക്കും. പ്രവർത്തന രീതികൾ പൂർണ്ണമായിട്ട് പുറത്തു വിട്ടിട്ടില്ല എങ്കിലും ഒന്നുറപ്പാണ്, ഈ വഴിയിലൂടെ ആര് വരണമെന്നും ആര് പോകണമെന്നും ഇനി ഇറാൻ ആയിരിക്കും തീരുമാനിക്കുക. ലോകത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ആ ഒരു സമുദ്രപാതയിൽ തങ്ങളുടെ പരമാധികാരം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇറാൻ വീണ്ടും കളി മാറ്റുകയാണ്. ഈ ഒരു അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തന രീതികൾ പൂർണ്ണമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതയിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഒരു ടോൾ സമ്പ്രദായം വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഇനി മുതൽ വൻതുക ട്രാൻസ്ഫീസ് ആയിട്ട് ഈടാക്കാനാണ് പുതിയ അതോറിറ്റിയുടെ തീരുമാനം. ഇനി അത് അനുമതി നിർബന്ധമാണ്. മുൻകൂട്ടി പണം അടച്ചതിന് ശേഷം കപ്പലിന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ നൽകി പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക അനുമതി പത്രം വാങ്ങാത്ത കപ്പലുകൾ കടത്തി വിടില്ല എന്നും അത്തരം നീക്കങ്ങൾ നിയമവിരുദ്ധമായിട്ട് കണക്കാക്കുമെന്നും ഇറാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഇതിനിടയിൽ സൗഹൃദ രാജ്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന ഈ പറയുന്ന ഇറാൻ നൽകുകയാണ്. ചൈന, ജപ്പാൻ, പാകിസ്ഥാൻ തുടങ്ങിയ തങ്ങളുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് മാത്രമാണ് ഇറാൻ നിലവിൽ സുരക്ഷിത പാത അനുവദിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന കപ്പലുകൾക്ക് ഈ വഴി പൂർണ്ണമായും അടച്ചേക്കും. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായിട്ട് ഹോർമുസ് സേഫി എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ ബിറ്റ്കോയിൻ അധിഷ്ഠിത ഡിജിറ്റൽ ഇൻഷുറൻസ് സംവിധാനം ഇറാൻ സാമ്പത്തിക മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടക്കാനാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ നീക്കം. എന്തായാലും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത്. ഏപ്രിലിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഈ ഒരു മേഖലയിലെ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ അമേരിക്കൻ നാവികസേന തടയുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു. ആഗോള ഇന്ധന വിതരണത്തിന്റെ 1/5 നടന്നിരുന്ന ഈ സുപ്രധാന പാത അടഞ്ഞുകിടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിലുള്ള ഇന്ധന വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് മേഖലയിലെ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വന്നത്. പക്ഷെ അത്തരം കാര്യങ്ങൾ വരുമ്പോഴും ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇറാന്റെ കൈകളിൽ സുരക്ഷിതമാണ് ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധം നിലവിൽ ഇല്ല എങ്കിൽ പോലും ആ ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചെറിയൊരു ആക്രമണം പോലും വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്ക ഇപ്പോൾ കടുത്ത ഭീഷണിയായിട്ട് വന്നിട്ട് അതൊക്കെ മാറ്റി അല്ലെങ്കിൽ ആ തീരുമാനത്തെയൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും രംഗത്തെത്തുകയാണ്. പക്ഷേ ഇനി യുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.